അങ്ങനെ 2025 ആയാലേ മാങ്കാസ്, ആനിമീസ് ഒക്കെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ വായിച്ചിരിക്കേണ്ട 10 മാങ്കാസ് ആണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. മാങ്ങയല്ല കേട്ടോ, മാങ്ക. മാങ്ക എന്ന് പറഞ്ഞാൽ ജാപ്പാനീസ് കോമിക് ബുക്കാണ്. ലൈക്ക് ഓൾറെഡി നമ്മൾക്കറിയാം, ഒരുപാട് കോമിക് ബുക്സ് നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചതാണ്. സോ അതുപോലെ തന്നെ ജാപ്പനീസ് ആർട്ടിസ്റ്റുകൾ അവരുടെ കോമിക് രീതികൾ അല്ലെങ്കിൽ ആനിമേറ്റഡ് ആയിട്ട് വരുന്ന സീരീസിന് മുമ്പേ തന്നെ അവർ ഒരു സ്റ്റോറി ആയിട്ട് ഇങ്ങനെ റൈറ്റ് ചെയ്യും. ആ ഒരു കോമിക് ബുക്കിനെയാണ് മാങ്ക എന്ന് പറയുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് 2025 വായിച്ചിരിക്കേണ്ട 10 മാങ്കാസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു സെനേറ്റ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അതിന് മുന്നേ ഈ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ സ്പെഷ്യൽ സജഷൻസും പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആൻഡ് ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സീരീസാണ് കാഗുരബാച്ചി. കാഗുരബാച്ചി എന്ന് പറയുന്നത് ഒരു ബ്ലീച്ച് അതോടൊപ്പം തന്നെ ജുജുത്സുവിൻ്റെ ബ്ലെൻഡാണ്. ഇതിൻ്റെ സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ യങ് ആയിട്ടുള്ള സോൾ സ്മിത്തിൻ്റെ മകൻ ചിഹിറോ അവൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ 6 എൻചാൻറ്റഡ് ഡെഡ്ലി ബ്ലേഡ്സിനെ ഹണ്ട് ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു സ്റ്റോറി. സോ ഇതിൽ ഒരുപാട് റിവെഞ്ച് സീൻസ് ഉണ്ട്, ഒരുപാട് കിഡിലൻ ഫൈറ്റ് സീൻസും ആക്ഷൻസും ഒക്കെ ഈ ഒരു മാങ്കാസിൽ നമുക്ക് കാണുന്നുണ്ട്. ആ പാനൽസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഓത്തർ എന്ന് പറഞ്ഞാൽ ടക്കേറോ ഒക്കോസനോ ആണ്. ആൻഡ് ഈ ഒരു സീരീസിൻ്റെ ജേണർ വരുന്നത് ഡാർക്ക് ഫാൻറ്റസി ആൻഡ് ആക്ഷൻ ആണ്. ആൻഡ് ഏകദേശം 2.2 മില്യൺ പ്ലസ് കോപ്പീസ് ആണ് ഈ ഒരു സീരീസിൻ്റെ വിറ്റ് പോയിട്ടുള്ളത്. എവിടെയൊക്കെ വായിക്കാന്ന് പറഞ്ഞാൽ മാങ്ക പ്ലസ് വിസ് മീഡിയ എന്നീ പറയുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് വായിക്കാം. കാഗുരബാച്ചി എന്ന് പറഞ്ഞാൽ വെറും ഒരു ഓവർ ഹൈപ്പ് ആയിട്ടുള്ള ഒരു മാങ്ക സീരീസ് അല്ല, ഇത് ശരിക്കും നിങ്ങളിന്ന് വായിച്ച് നോക്കേണ്ട സംഭവം തന്നെയാണ്. ആൻഡ് രണ്ടാമത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു ഡാർക്ക് ഗ്രിറ്റി എന്താ പറയുക, കുറച്ചും കൂടി വയലൻസ് ആയിട്ടുള്ള ഒരു മാങ്കയാണ്. ഈ ഒരു സീരീസിൻ്റെ പേരാണ് സെഞ്ചൂറിയ. അതിൻ്റെ ഓത്തറാണ് കെൻറ്റ ഐഷി എന്ന് പറയുന്നത്. സെയിൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഹൊറർ എന്ന് പറയുന്ന ജേണലാണ് ഈ ഒരു സീരീസ് പോകുന്നത്. ഇതിൻ്റെ മെയിൻ സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഡൈയിങ് എംപയറിലെ ഒരു സ്ലേവ് ആണ് ജൂലി എന്ന് പറയുന്നത്. അവനൊരു 100 ഫോളൻ വാരിയേഴ്സിൻ്റെ സോൾസിൻ്റെ ഒരു കേഴ്സ്ഡ് പവർ അവൻ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവന് വേൾഡ് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുള്ളി മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന സംഭവമാണ് ഈ ഒരു മാങ്കയിൽ പറയുന്നത്. സോ നിങ്ങൾ തീർച്ചയായും ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ ഈ ചെറിയ സ്റ്റോറി കാണാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ നിങ്ങൾ ഫുള്ള് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു സംഭവം മനസ്സിലാകത്തുള്ളൂ. ആൻഡ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമേ സീരീസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു സീസൺ ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിയതാണ്, സക്കമോട്ടോ ഡേയ്സ് എന്ന് പറയുന്ന മാങ്ക സീരീസ്. അപ്പോൾ ഇതിൻ്റെ ഓത്തർ എന്ന് പറഞ്ഞാൽ യൂട്ടോ സുസുക്കിയാണ്. ആൻഡ് ആക്ഷൻ കോമഡി ജേണലാണ് ഈ ഒരു സീരീസ് ഉള്ളത്. സോ മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോൺ വിക്ക് പോലത്തെ സംഭവം കുറച്ച് കോമഡിയോടെ കണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെയാണ് ഈ ഒരു മാങ്ക നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഏകദേശം 5 മില്യൺ പ്ലസ് കോപ്പീസ് ആണ് ഈ ഒരു മാങ്കേൻ്റെ വിറ്റ് പോയിട്ടുള്ളത് വേൾഡ് വൈഡ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചെറിയ സംഭവം പറയുകയാണെങ്കിൽ വേൾഡിൽ ഒരു ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള അസാസിൻ ഉണ്ടായിരുന്നു. കാരണം ടോപ്പ് 1 ഇവനെ വെല്ലാൻ ആരുമില്ല. സക്കമോട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അസാസിനാണ്. ഒരു മിഷൻ പോലും ഫെയിൽ ചെയ്തു. അവൻ പെട്ടെന്ന് ഒരു കഴിക്കുന്നു, അതിനുശേഷം ഫാറ്റ് ആവുന്നു, അതിനുശേഷം എന്താ പറയുക വീട്ടുകാര്യങ്ങളെങ്കിലും നോക്കി നിൽക്കുന്നതാണ്. അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കുറേ ഫെഡറേഷൻസ് വരുന്നു, കുറേ സംഭവങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ സക്കമോട്ടോ അവൻ്റെ റിട്ടയർഡ് ജീവിതത്തിൽ നിന്നും തിരിച്ചു വന്നിട്ട് ഇവരെതിരെ പ്രതികരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സക്കമോട്ടോ ഡേയ്സ് കൂടുതലായിട്ട് പോകുന്നത്. അതിൽ ഒരുപാട് വലിയ വലിയ പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഓർഡർ എന്ന് പറയുന്ന ടീമിലാണ് സക്കമോട്ടോ ഉണ്ടായത്. അതൊക്കെ വലിയ ഡെഡ്ലിസ്റ്റ് അസാസിൻസിൻ്റെ ടീമാണ്. ജപ്പാനിൽ ഒരു JFA എന്ന് പറയുന്ന ഒരു ഫെഡറേഷൻ ഉണ്ട് ഈ അസാസിൻ്റെ. സോ ആ ഒരു ഫെഡറേഷനിലുണ്ടായ ആളാണ്. അപ്പോൾ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ജീവിതം നോക്കുന്ന സമയത്ത് കുറേ അസാസിൻസ് അറ്റാക്ക് ചെയ്യാൻ വന്ന എങ്ങനെയായിരിക്കും, അതാണ് ഈ ഒരു മാങ്ക പറഞ്ഞു പോകുന്നത്. ഒരുപാട് നല്ല ഫാമിലി ബോണ്ടിങ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സംഭവമൊക്കെ ഈ ഒരു സീരീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇനി നമ്മൾ 4ാമത് നോക്കാനായിട്ട് വന്നത് ഒരു മാങ്കയല്ല, ഒരു മാങ്ഹു ആണ്. അപ്പോൾ മാങ്ഹു എന്ന് വെച്ചാൽ സോളോ ലെവലിംഗ് ഒക്കെ ഉള്ള ഒരു കൊറിയൻ കോമിക് ബുക്കിനെയാണ് നമ്മൾ മാങ്ഹു എന്ന് പറയുന്നത്. സോ അതുപോലെയുള്ള ഒരു കിഡിലൻ മാങ്ഹു ആണ് എലിസിഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഓത്തർ എന്ന് പറഞ്ഞാൽ സൺ ജെഹോ ആണ്. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. ആൻഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെന ആണ്. സൂപ്പർ നാച്ചുറൽ ആക്ഷൻ ഈ ഒരു മാഹുവ കടന്നു പോകുന്നത്. എൻ്റെ ഒരു ചെറിയ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ജിയോ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി, ഒരു ലൈറ്റ്നിങ് റിഫ്ലെക്സ് ഒക്കെ ഉള്ള ഒരു കുട്ടി ഒരു പൂച്ചയെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പൂച്ചയാണെങ്കിൽ ആക്ച്വലി ഒരു അലൈറ്റ് സ്പൈ ആണ്. ഓക്കെ, അങ്ങനെ ഒന്നിച്ച് അവർ സീക്രട്ട് ആയിട്ടുള്ള ഓർഗനൈസേഷനെ ഫൈറ്റ് ചെയ്യുന്നതും ഒരു പവേഴ്സ് ഇവരുടെ ലോകത്ത് നിന്നും ഹൈഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, ഒരുപാട് നല്ല ഫൈറ്റ് സീൻസ് രോമാഞ്ചിഫിക്കേഷൻ തരുന്ന മാൻഹുവയാണ് എലിസിഡ് എന്ന് പറയുന്നത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി 5ാമത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാഹു തന്നെയാണ്. ഇത് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും വലിയ മാഹു അല്ലെ മാങ്ക റീഡേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓംനിസെന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന കിഡിലൻ മാഹു ആണ്. സോ ഇതിന്റെ ഓത്തർ ഷിങ് ഷോങ്, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പി സീ എന്നാണ്. ആൻഡ് ഇതിന്റെ ജേണൽ വരുന്ന സൈക്കോളജിക്കൽ ആൻഡ് അപ്പോക്കലക്റ്റിക് ഒരു വേൾഡിൽ നടക്കുന്ന സംഭവമാണ്. ആൻഡ് മെയിൻ ആയിട്ട് ഇത് പറയാന്ന് വെച്ചാൽ കിം ഡോഗ്ജ എന്ന് പറയുന്ന മെയിൻ പ്രൊട്ടഗണിസ്റ്റിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോറി റിയൽ ആവുന്നുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നോവൽ ശരിക്കും ലോകത്ത് സംഭവിച്ചെങ്ങനെയായിരിക്കും, അങ്ങനെ റിയൽ ആവുന്ന സമയത്ത് അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇവൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു മാൻഹ്വ പറഞ്ഞു പോകുന്നത്. ഓരോ ചാപ്റ്റർ നമുക്ക് സോളോ ലെവലിംഗ് അതുപോലെ തന്നെ റീസീറോ എന്ന് പറയുന്ന സീരീസിൻ്റെ ഒക്കെ ഒരു വൈബാണ് നമുക്ക് തരുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ സ്പെഷ്യൽ സജഷൻ ഞാൻ നിങ്ങൾക്ക് പറയാം. സോളോ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ആനിമേ സീരീസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മാഹോ നിങ്ങൾ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാഹോയും കൂടി നിങ്ങൾ സോളോ ലെവലിംഗിൻ്റെ വായിച്ചു നോക്കുക. അതൊരു കിടിലൻ മാഹോയാണ്. ഞാൻ സ്പെഷ്യൽ സജഷനിൽ നിങ്ങളോട് പറഞ്ഞതാണ്. ഇനിയും 2 സ്പെഷ്യൽ സജഷൻസും കൂടി നമ്മൾ തരാൻ പോവാണ്. അത് ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സീരീസാണ് റിട്ടേണേഴ്സ് മാജിക് ഷുഡ് ബി സ്പെഷ്യൽ. ഇതും ഒരു മാഹ്വ സീരീസാണ്. സോ ഓത്തറാണ് ഉസോനൻ. സോ ഇതിൻ്റെ ജേണർ എന്ന് പറഞ്ഞാൽ ഫാൻറ്റസി, സ്കൂൾ, മാജിക് എന്നീ ടൈപ്പിലാണ് പോകുന്നത്. ആൻഡ് മെയിനായിട്ട് നടക്കുന്നത് പറഞ്ഞാൽ അതായത് ഹ്യൂമാനിറ്റി എന്തായാലും ഫുള്ളായിട്ട് നശിക്കാൻ പോവുകയാണ്. സോ ഡിസയർ എന്ന് പറയുന്ന മെയിൻ പ്രൊട്ടഗണിസ്റ്റ് 13 വർഷം പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്യുന്നതും ഉള്ളിലുള്ള എല്ലാവരും സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ ഒരു സീരീസ് പറഞ്ഞു വന്നത്. വീണ്ടും നമ്മുടെ അടുത്തൊരു സ്പെഷ്യൽ സജഷൻസ് ആണ്. സോ ഓൾറെഡി നമ്മൾ ബേഴ്സേക്കിന് പോലത്തെ ഒരു ആനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബേഴ്സേക്ക് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു മാങ്കയാണ് ബേഴ്സേക്ക് എന്ന് പറഞ്ഞാൽ. കാരണം ഒരുപാട് വയലൻസും ഒരു എന്താ പറയുക ഒരു 110 ചാപ്റ്ററൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം എന്താ പറയുക ഗ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വയലൻസ് പറയുന്ന സംഭവങ്ങളൊക്കെയാണ് ബേഴ്സേക്ക് എന്ന് പറയുന്ന മാങ്കയിലുള്ളത്. സോ അതും കൂടി നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സജഷൻ 2. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദ ബോക്സർ എന്ന് പറയുന്നത്. ഇതൊരു സൗത്ത് കൊറിയൻ മാങ്കോ ആണ്. സോ മെയിൻലി ഇതിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജുങ് ജീഹുൻ. എൻ്റെ ജേണർ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ സ്പോർട്സ് ഡ്രാമയാണ്. ദ ബോക്സർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ബോക്സിങ്ങിനെ പറ്റിയിട്ടാണ് ഈ ഒരു മാൻഹോ പറഞ്ഞു വന്നത്. യു എന്ന് പറയുന്ന വളരെ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ചെക്കൻ, ഒരു ടെറിഫൈങ് ടാലൻറ്റും അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീനെ ഒട്ടും തന്നെ വില വെക്കാത്ത ഒരു ചെക്കനാണ്. പക്ഷേ അവൻ്റെ കോച്ച് എന്ന് പറഞ്ഞാൽ അവനെ ഒരു ഷേപ്പ് ചെയ്തെടുക്കുകയും അതോടൊപ്പം തന്നെ ബോക്സിങ് ചാമ്പ്യൻ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ സമയത്ത് നടക്കുന്ന ഓരോ ട്രോമയും ഓരോ റിഡംഷനുമാണ് ഈ ഒരു സീരീസ് പറഞ്ഞു വന്നത്. ഇത് ജസ്റ്റ് ഒരു ബോക്സിങ്ങിനെ പറ്റി മാത്രമല്ല, ഇതൊരു ഹ്യൂമൻ സോളിനെ പറ്റിയുള്ളൊരു മാൻഹയാണ്. സോ നിങ്ങൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. സ്പോർട്സ് കാറ്റഗറി അല്ലെങ്കിൽ സ്പോർട്സ് ജനർ വളരെയധികം ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കൊക്കെ ഈ ഒരു മാൻഹോ വായിച്ചു നോക്കാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്ന വേറൊരു മാൻഹോയാണ്. ഇതിൻ്റെ ഓത്തർ ഗൂക്ക് ഷിൻ ആണ്. ആൻഡ് ഇതിൻ്റെ ജേണർ എന്ന് പറഞ്ഞാൽ ആക്ഷൻ, സ്കൂൾ ഓഫ് ലൈഫ്, അതോടൊപ്പം തന്നെ ഗ്രിറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മളൊരു എന്താ പറയുക നമ്മൾ സ്വപ്നത്തിലൊക്കെ കണ്ട ഒരു സംഭവമായിരിക്കും. ഗാമിന് പഠിക്കണം, ജസ്റ്റ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സ്കൂളിൽ പോകുന്നത്. പക്ഷേ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ മൊത്തം ഗ്യാങ്സ്റ്റേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സോ അവന് ഈ ഗ്യാങ്സ്റ്റേഴ്സെ ഫൈറ്റ് ചെയ്ത് എന്താ പറയുക ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്. ആൻഡ് ആ ഒരു സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഈ ഒരു സീരീസ് പറഞ്ഞു വന്നത്. സ്ഥിരം ക്ലീശ അല്ലാത്ത ഒരു വേറെ തന്നെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു മാഹയിൽ പോകുന്നത്. എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കുക. സ്റ്റഡി ഗ്രൂപ്പ് എന്നാണ് ഈ ഒരു മാഹേൻ്റെ പേര്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മാങ്ക അല്ലെങ്കിൽ മാഹോ വായിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ലാസ്റ്റ് ടൈം ഫൈനലായിട്ട് നോക്കുന്ന മാഹോയാണ് വീക്ക് ഹീറോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓത്തർ എന്ന് പറഞ്ഞാൽ സിഒ പാസ് ആണ് ഇതിൻ്റെ ഓത്തർ. അപ്പോൾ ഇത് സ്കൂൾ, ആക്ഷൻ, ഡ്രാമ എന്ന് പറയുന്ന ജേണലാണ് ഈ ഒരു മാഹോ പറഞ്ഞു പോകുന്നത്. ഗ്രേ യോന്ന് എന്താ പറയുക ഒരു നേർഡാണ്, ഒരു ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ചെക്കനാണ്. പക്ഷെ അവന് ബുള്ളീസിനൊക്കെ 2 അടി കൊടുക്കുമ്പോൾ തന്നെ നിലത്തിടാൻ പറ്റുന്ന ഒരു ചെക്കനാണ് ഗ്രേ യോൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർ ആയിട്ടുള്ള ഒരു സ്കൂൾ വയലൻസും അതോടൊപ്പം തന്നെ ഇമോഷണൽ ട്രോമയും നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മാഹയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എവറി ഫൈറ്റ് ഹാസ് വെയിറ്റ്, എവറി പഞ്ച് ടെൽസ് എ സ്റ്റോറി എന്നാണ് ഈ ഒരു മാഹുവിനെ പറ്റി ലൈറ്റായിട്ട് ഷോർട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. സോ അങ്ങനെ ടോട്ടൽ നമ്മൾ ഇത്രയും മാങ്ഹാസും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള മാഹോ അല്ലെങ്കിൽ മാങ്ക ഏതാണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2025 നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഏതെങ്കിലും മാങ്കാസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാനത് പിൻ ചെയ്തേയിരിക്കും. സോ നിങ്ങളുടെ സജഷൻസും കൂടി തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.